വീടിന്റെ അകത്തേക്ക് വെള്ളം കയറി, കംപ്ലീറ്റ് വെള്ളമാണ് വീടിന്റെ അകത്ത്. ഇപ്പൊ കുറച്ച് കുറവുണ്ടെന്ന് വെള്ളേ. വെള്ളം ഇറങ്ങി പോണില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. വെള്ളം മൊത്തം ഇറങ്ങി പോണില്ല. സാധാരണ മഴ പെയ്താൽ അപ്പൊ തന്നെ വെള്ളം പോകണ്ടാണ്, വെള്ളം പോണില്ല. കണ്ടാ കംപ്ലീറ്റ് വെള്ളം മൊത്തം കൊണ്ട് കാണാൻ ബ്ലോക്കായിട്ടേ എന്താ സംഭവിച്ചത് പറയാൻ വെള്ളം. സാധാരണ ഇങ്ങനെ മഴ പെയ്യുമ്പോ വരാറുണ്ടോ വെള്ളം? മേഖല വരാറുണ്ടായല്ലോ, വീട്ടിനകത്തേക്ക് വരാറുണ്ടായില്ല അല്ലേ? ഇല്ല, ഇന്ന് ആദ്യമായിട്ട് കയറിയതാണ്. ആ മറ്റേ വെള്ളപ്പൊക്കത്തിൽ പോലും വെള്ളം കയറിയിട്ടുണ്ടായി, ആദ്യമായിട്ട് കയറിയതാണ്. എന്തോ കാണാൻ ബ്ലോക്കായിട്ട് വെള്ളം ഇറങ്ങി പോണില്ല. സാധാരണ മഴ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെള്ളം പോകേണ്ടത്, വെള്ളം പോണില്ല. വീട്ടിലെ സാധനങ്ങളൊക്കെ നനഞ്ഞാ? ആ തെറ്റിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല പണിയാണ് കിട്ടിയണേ അല്ലേ? ഇതിനു മുമ്പ് ഇങ്ങനെ കയറിയിട്ടില്ല, ആദ്യമായിട്ട് കയറണം. അർഫാന്നറും ആകെ മുങ്ങിപ്പോയി, അൽഫിയ മുങ്ങി, അറഫിയ മുങ്ങി. ഇവിടെ സാധാരണ കയറാറുണ്ടോ വെള്ളം? വെള്ളം ഒരിക്കലും കയറാറില്ല. വണ്ടി പോകുമ്പോ ഓളടിച്ച് കയറും വെള്ളം. ഓ, വണ്ടി പോകുമ്പോ രണ്ട് സൈഡിലേക്ക് ഓളടിക്കുമ്പോ അങ്ങനെ കയറിയതാണല്ലേ? വണ്ടി പോകും, അവർ നിർത്താതിരിക്കാണ്ട് നല്ല സ്പീഡിൽ വണ്ടി പോകും. അപ്പൊ ഓളടിച്ച് വണ്ടി വെള്ളം കയറും, അങ്ങനെ കൂടുതലും വെള്ളം കയറിയത്. അല്ലാതെ വെള്ളം ഇത് കയറിയതില്ല. പക്ഷെ ഇങ്ങനെ ഒരിക്കലും വന്നിട്ടില്ല, ആദ്യമായിട്ട് വന്ന സംഭവമാണ് ഇത്. നമ്മുടെ ആ സ്റ്റെപ്പ് വരെ വെള്ളം വരാറുള്ളത്. ആ ടൂ വീലർ മുങ്ങി, കാറും മുങ്ങിപ്പോയി. കാറിൽ വെള്ളം കയറി, ഇങ്ങനെ പ്രതീക്ഷയില്ല നമുക്ക്. പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ നമ്മൾ കാറ് മാറ്റുള്ളൂ. ഇത് അങ്ങനെയുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടായില്ല, ആദ്യമായിട്ടുള്ള സംഭവമാണ്. കണ്ട വെള്ളം ഇറങ്ങി പോകണില്ല. കണ്ട സാധാരണ മഴ നിന്നാൽ അപ്പൊ വെള്ളം ഇറങ്ങി പോകണ്ട, വെള്ളം ഇറങ്ങി പോകണില്ല. വലിയ പ്രശ്നമായി പോയത്. ഇതിന്റെ സൈഡിലുള്ള എടപ്പള്ളി തോട് പോള കെട്ടി നിറഞ്ഞു കിടക്കുകയാണ്. ഈ അറഫ നഗർ തുടങ്ങി അൽഫിയ നഗർ, കോട്ടച്ചാൽ നഗർ തുടങ്ങിയുള്ള ചെങ്ങമ്പുഴ നഗറിന്റെ താഴേക്കുള്ള എല്ലാ വെള്ളവും ചെന്ന് ചേരുന്നത് ഈ എടപ്പള്ളി തോട്ടിലാണ്. എടപ്പള്ളി തോട് കാലാകാലങ്ങളിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്യാവുന്ന സ്ഥലങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ആരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് അവിടെ വെള്ളം ഇറങ്ങി പോയാൽ മാത്രമേ ഈ വെള്ളക്കെട്ട് നീങ്ങുള്ളൂ. ഈ എല്ലാം വെള്ളം പോയി ചേർന്നത് എടപ്പള്ളി തോട്ടിലാണല്ലേ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്നിട്ടില്ല ഇവിടെ. വെള്ളം മഴ പെയ്താൽ ഒരു അരമണിക്കൂറിൽ വെള്ളം ഒഴുകി പോക്ക പതിവ്. പക്ഷെ ഈ തവണ പെയ്തേക്കുന്നത് സാധാരണ കയറാത്ത വീടുകളിൽ പോലും വെള്ളം കയറിയേക്കണം, എല്ലാ വീടുകളിലും. അപ്പൊ അധികാരികളൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ അതിനുള്ള മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല, അതാണ് സംഭവം. എടപ്പള്ളി തോട് ക്ലീൻ ആണെങ്കിൽ നമ്മളെ ഈ ഭാഗങ്ങളിൽ വെള്ളം കയറില്ല, അത് ഉറപ്പാണ്. അത് അർഫ നഗർ, പൊട്ടച്ചാല്, അൽഫിയ നഗർ എന്നീ ഭാഗങ്ങൾ അങ്ങനെ അങ്ങോട്ട് തുടങ്ങി അറ്റം വരെ, എടപ്പള്ളി തോട് വരെ.